പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് കൊയ്ത്തനെ ഞായറാഴ്ച, വലിയ നോയമ്പിലെ ആദ്യ ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത്. കാനായിലെ കല്യാണം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്ന്, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. ഗലീലായിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അവൻ അവരുടെ സന്തോഷത്തിലേക്ക് പങ്കുചേർന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ ഞായറാഴ്ച പള്ളിയിൽ മാത്രമല്ല, വീട്ടിലും പഠനത്തിലും കളിയിലും ക്ഷണിക്കണം. പ്രാർത്ഥനയിലൂടെ, ബൈബിൾ വായനയിലൂടെ, നല്ല പ്രവൃത്തിയിലൂടെ നമ്മൾ യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. യേശു ഉള്ള വീട്ടിൽ അനുഗ്രഹമുണ്ടാകും. 2, നമ്മുടെ പ്രശ്നങ്ങൾ യേശുവിനോട് പറയണം. വിരുന്നിനിടെ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി, വീഞ്ഞു തീർന്നു. അത് വീട്ടുകാർക്ക് വലിയ നാണക്കേടുണ്ടാക്കി. അമ്മ മറിയം അത് യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അതുപോലെ നമ്മൾക്കും പേടിയുണ്ടാകാം, പരീക്ഷാ ഭയമുണ്ടാകാം, സുഹൃത്തുക്കളോട് പ്രശ്നമുണ്ടാകാം. അത് ഒളിപ്പിക്കാതെ യേശുവിനോട് പറയണം. പ്രശ്നം യേശുവിനോട് പറയുമ്പോൾ പരിഹാരത്തിന് വാതിൽ തുറക്കും. 3, യേശു പറയുന്നത് പോലെ ചെയ്യണം. ദാസന്മാർക്ക് യേശു എന്തിനാണ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞതെന്ന് അറിയില്ലായിരുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്നും അവർക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അവർ ചോദ്യം ചെയ്യാതെ അത് അനുസരിച്ചു. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലായ്പ്പോഴും മാതാപിതാക്കളും അധ്യാപകരും പറയുന്നതിൻ്റെ കാരണം മനസ്സിലാകില്ല. എന്നാൽ അവർ നമ്മളെ നല്ലതിലേക്ക് നയിക്കാനാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അനുസരിക്കുമ്പോൾ നമുക്ക് പിന്നീട് അതിൻ്റെ ഫലം ലഭിക്കും. അനുസരണം അത്ഭുതങ്ങൾക്ക് വഴിയൊരുക്കും. 4, ചെറിയ കാര്യങ്ങൾ പോലും വലിയ അനുഗ്രഹമായി തീരും. വെള്ളം വളരെ സാധാരണമായ ഒന്നാണ്, പക്ഷേ യേശു അത് മികച്ച വീഞ്ഞാക്കി മാറ്റി. അതുപോലെ നമ്മുടെ ചെറിയ നല്ല പ്രവർത്തികൾ, ഒരു സുഹൃത്തിന് സഹായം, സത്യമായി സംസാരിക്കൽ, മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കൽ, ഇവയെല്ലാം യേശു വലിയ അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് തുടക്കമാകും. കുഞ്ഞുങ്ങളെ, ഒന്നാമതായി യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കൂ. 2, പ്രശ്നങ്ങൾ അവനോട് പറയൂ. 3, അവൻ പറയുന്നത് പോലെ അനുസരിക്കൂ. 4, ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരാകൂ. യേശുവിനെ വിശ്വസിക്കുന്ന കുട്ടി ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. അനുസരിക്കുന്ന കുട്ടിയുടെ ജീവിതം അത്ഭുതങ്ങളും അനുഗ്രഹവുമായി മാറും. ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.